എന്തിനാ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയത്? കേറിപ്പോ, കേറിപ്പോടിയകത്ത്. ഹലോ, ഞാൻ വരാം. പുറത്താരോ കറങ്ങി നടക്കുന്നു ഒരു സംശയം തോന്നി, അതാ. ആരുമില്ല, വെറുതെ തോന്നിയതാ. കിടന്നോളൂ. നീ പോയി കിടന്നു. നമ്മുടെ രാജഗോപാലൻ ഡോക്ടറോട് നാളെ ഇത്രടം വരെ ഒന്ന് വരാൻ പറഞ്ഞാലോ? അവനാവുമ്പോ ആർക്ക് സംശയം തോന്നുകയില്ല. എന്താ കാട്ടണെന്ന് നീ ഒന്ന് പോയി നോക്ക്. എന്താ മോനെ? എന്താ പറ്റിയേ? അമ്മേ, ഒന്ന് മംഗലാപുരം വരെ പോണം. അമ്മയ്ക്ക് വിഷമം ഉണ്ടാന്ന് കരുതി പറഞ്ഞതാ. അഖിലെ ആ ഗോവിന്ദ്ജി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് തെറ്റ് പറ്റിയെന്ന്. എന്നെയാ അയാൾക്ക് വേണ്ടത്. ചെന്നില്ലെങ്കിൽ അവളെ അയാള്. അമ്മേ, ഒരുപാട് ത്യാഗങ്ങള് കിച്ചുവിന് വേണ്ടി സഹിച്ചു കഴിഞ്ഞതാ അവള്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ല. ഇനി വൈകിച്ച അവരിവിടെ എത്തും. അമ്മേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ അവസാന ശ്വാസം വരെ ഈ വീടിന് ഒരനന്തൂനെ തിരിച്ചു തരാന് കിച്ചു ശ്രമിച്ചതെന്ന് അമ്മ പറയണോ അച്ഛനോട്? മോനെ കിച്ചു, അവരോടൊക്കെ നീ ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടുമോടാ? നിന്നെ ഞങ്ങൾക്ക് വേണോടാ കിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ മോനെ. ഞാനല്ലേ നിന്നെ അറിയാൻ ഒരുപാട് വൈകിയത്. ഇനി എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് തിരിച്ചു വരും ഞാൻ.
അമ്മയുടെ അച്ഛന്റെ സ്നേഹവും പ്രാർത്ഥനയും എന്നെ രക്ഷിച്ചുകൊണ്ടുവരും. ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കൊതിയുണ്ടല്ലോ, എനിക്ക് തുണയായിട്ട് അത്രേ വേണ്ട. ಗಾಡಿನಲ್ಲಿ ಇದ್ದಾರಿಲ್ಲ ನನ್ ಗೊತ್ತಿಲ್ಲ ರೀ. ಬ್ಯಾಗ್ ಎಲ್ಲ ತಗೊಳ್ತಿಲ್ಲ. ಹಲೋ ಹಲೋ ಬ್ಯಾಗ್. അതുകൊള്ള എന്താ കിഷന്റെ ആ സ്പീഡ് ഉണ്ടല്ലോ, അത് ഈ മരങ്ങോടന്മാർക്കൊന്നും 14 ജന്മം എടുത്താൽ കിട്ടില്ല. കരിമ്പുലിയുടെ വേഗവാവന്. എന്നിട്ട് മുത്തയ്യ വാലും ചുരുട്ടിക്കേറ്റ് സഞ്ചിയും തൂക്കി പിടിച്ചിങ്ങി പോന്നു. കാതി കമ്മലോട്ട് നടക്കുകയാണ്. മരക്കഴുത. ഇത് അവളോടൊന്ന് പറയാം, അതിനൊരു സന്തോഷമാവല്ലോ. അവന്റെ ഒരു മിടുക്കറിയുമ്പോഴേ. ശരിയാ. എന്താടോ ഫോൺ? ഹലോ ഗോഞ്ചി കിഷൻ. ആ മിടുക്കൻ കലക്കി. നീ എന്റെ ചെക്കൻ തന്നെ തെളിയിച്ചു. ഓഞ്ചി പറയാറില്ലേ ആരുമായിട്ട് ഹൃദയബന്ധം ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ തനിക്ക് ബോധ്യമായല്ലോ. കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, വേണ്ടിടത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. ആ താൻ വേഗം ഒന്ന് ഇങ്ങോട്ട് വന്നിടും. ഒത്തിരി വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഓഞ്ചിക്ക്. എന്താടോ വക്കീല് തന്റെ മുഖത്തൊരു വൈക്ലഭ്യം? ഇളയ മോൾക്ക് പോളിയോ, അല്ല ഇളയ മോളുടെ മോൾക്ക് പോളിയോ കൊടുക്കേണ്ട സമയമായി. വീട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ എന്ന്. ഓ, താനും ഒരു പ്രാരാബ്ധക്കാരനാണ് അല്ലേ? പ്രാരാബ്ദമൊന്നുമില്ല, എങ്കിലും ഇതൊന്നും പിടിച്ചേ. കേട്ടോ മോളെ, അവൻ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവൻ വരുമെന്ന്. क्या रे, कुछ पता चला? गोविंद जी हर जगह देख लिया। मोहम्मद के घर में देखा क्या? तो पहले ही ढूंढ लिया സാബ്. ആ എന്താടോ? കമ്മീഷണർ കാലത്തെ മുതൽ ഓഫീസിൽ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. കിഷൻജി ആ ഭാഗത്തെങ്ങും വന്നിട്ടില്ല. मुझे किशन को चाहिए സാബ്. समझा? किसी भी हालत में ठीक है चल जा. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. എന്നാ താൻ പോടോ. മനുഷ്യനിവിടെ വാല തീ പിടിച്ചിരിക്കുമ്പോഴാ അയാളെ ഒരു രാത്രി വരാമെന്ന് വിചാരിക്കും മാട്ടയാൻ. എന്തോ അല്ല മടയൻ രാത്രി വരാന്ന് വെച്ചാ എനിക്കൊന്ന്. താനെന്നാടോ പോയില്ലേ? പോവുക. എന്നാ പോ. അതാ പോയി. പ്രോബ്ലം ഒന്നുമില്ലല്ലോ. ഏയ് കൂൾ, അണ്ടർ കൺട്രോൾ.
ചന്ദ്രപാസ് ബാബർ ഷോപ്പ്, ക്വീൻസ് ഡിസ്കോത്തി, ഖാൻ സാഹിബ് റോഡിലുള്ള മാരുതി വർക്ക്ഷോപ്പ്, ബീച്ച് റോഡിൽ മാംഗ്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ഇതൊക്കെയാണ് ഗാങ്സ്റ്റേഴ്സിന്റെ പ്രധാന ഹാങ് ഔട്ട്. അംബേദ്കർ കോളനി, അവിടെയുള്ള ആയുധ ഗോഡൌണാണ് റെയ്ഡ് ചെയ്യേണ്ട മർമ്മസ്ഥാനം. കോളനിക്ക് വടക്ക് മാറിയുള്ള പാഴടഞ്ഞ കെട്ടിടത്തിനകത്താണ് തീവ്രവാദി സംഘടനകൾക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി ഗോവിന്ദ്ജി നടത്തിയിട്ടുള്ള ആയുധമിടപാടുകളുടെ ഡോക്യുമെന്റ്സ് വെച്ചിരിക്കുന്നത്. 1.5 മണിക്കൂർ, പരമാവധി 2 മണിക്കൂർ. അതിനകം ഇത്രയും സ്ഥലങ്ങളിൽ ഒരുമിച്ചായിരിക്കണം പോലീസ് ഇടിച്ചു കയറുന്നത്. അപ്പോഴേക്കും ഗോവിന്ദ്ജി വിവരം അറിഞ്ഞിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അറിയിക്കുന്നു. ഗോവിന്ദ്ജിയുടെയും കൂടെ ബാക്കിയുള്ള ഗാങ്സ്റ്റേഴ്സിന്റെയും ശ്രദ്ധ അംബേദ്കർ കോളനിയിലേക്ക് തിരിയും. ആ സമയത്ത് ഞാൻ അഖിലയെ രക്ഷിക്കും. അവളെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം തന്നെ അറിയിക്കുന്നു. ഫുൾ ഫോഴ്സ് ഗോവിന്ദ്ജിയുടെ വീട്ടിലേക്ക് കയറും. ഗോട്ട് ഇറ്റ്? വാട്ട് ഇസ് ആ സ്ട്രെങ്ത്? 40 പോലീസ്, 5 ജീപ്പ്, ഒരു വാൻ, അത്രേ സാധിച്ചുള്ളൂ. അതിനൊരു അപ്പുറത്ത് ഗോവിന്ദ്ജിയാടോ, ഗോവിന്ദ്ജി. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ മൂച്ചിനടിച്ച് തീർക്കണം. അയാൾക്ക് സമയം കൊടുത്താൽ പിന്നെ ഇതൊക്കെ വെറുതെയാ. എപ്പോ വേണേലും മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന 500-ൽ പരം ആൾക്കാരുണ്ട് അയാൾക്ക് ഈ സിറ്റിയിൽ. തന്റെ 40 പോലീസുകാരും 5 ജീപ്പും ഒരു വാനും എങ്ങോട്ടൊക്കെ കിടന്ന് ഓടുകൂടും. ഒക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലേ തന്നോട് മുമ്പേ തന്നെ. താൻ തളരാതുള്ളൂ ചങ്ങാതി. ഓടോ. വേണ്ടി വന്നാൽ ചാകാൻ തയ്യാറാണോ? അതിനുള്ള ചങ്കുറപ്പെങ്കിലും ഉണ്ടോ? ഉണ്ടടം. എങ്കിലൊരു കളിയുണ്ട്, ഒരു ഭാഗ്യപരീക്ഷ. പൊളിഞ്ഞാൽ നീയും ഞാനും ചത്താലും അഖിലേക്കൊന്നും സംഭവിക്കരുത്. ആദ്യം കഴിയാവുന്നത്ര ഗാങ്സ്റ്റേഴ്സിനെ പൊക്കണം. അവരുടെ എല്ലാം മൊബൈൽ ഫോണുകളും പേജറുകളും എന്റെ കയ്യിലെത്തിക്കണം. തന്റെ പോലീസിന് ഈ രാത്രി യൂണിഫോം വേണ്ട. ഓരോരുത്തർക്കും അത്യാവശ്യമുള്ള ഇൻഫർമേഷൻസ് മാത്രം കൊടുക്കുക, അതാത് സമയത്ത്. സുധാകരൻ നായരെയും ചേർത്താ പറഞ്ഞത്. ആരും കൂടുതലൊന്നും അറിയണ്ട. കൃത്യം 12:30 നമ്മൾ തുടങ്ങുന്നു. തനിക്കിനി 2 മണിക്കൂർ സമയമുണ്ട്. Nair here. Are you ready? Yes, sir. Proceed. പുറത്തെന്താ സ്ഥിതി എന്നൊന്ന് നോക്കിട്ട് വരാം. साले सोता है क्या? साहब जी, उल्लू का पट्टा. ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത റാസ്കൽസാ. കൃഷ്ണനാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചാ പിന്നെ ഊണുമില്ല, ഉറക്കവും ഇല്ല. കുറച്ച് ഭേദം ആ ഷെട്ടി ഒരുത്തനേ ഉള്ളൂ. അവനെ അത്യാവശ്യമായിട്ട് ഇവിടത്തേക്ക് പറഞ്ഞയച്ചാ അതിപ്പോ അബദ്ധമായി.
മോക്ക് മനസ്സിലായില്ലേ? കറണ്ട് കെട്ടിയാൻ നോക്കിയതാ. ഇത് അവന്റെ ബുദ്ധിയാവും, ജീവന്റെ. അച്ഛനെ കൊന്നതിന്റെ പ്രതികാരമുണ്ടേ അവന്റെ മനസ്സിൽ. എന്ന് തോന്നേ കേട്ടില്ലേ? ബാബാ വന്നേ. മുസ്തഫ, दरोगा सिंह, सब लेकर हो. എന്റെ അടുത്ത് अवतार सिंह, गौड़ा, नाचप्पा, अखिला, किशन, ഗോവിൻജി, കിഷന, നിങ്ങളുടെ ആളുകളൊന്നും ഇപ്പൊ വിളിപ്പുറത്തില്ല. മുത്തുവേലു അകത്തായി. ഗോവിൻജി, എന്റെ കൂടെ കമ്മീഷണറും അയാളുടെ പോലീസ് ഫോഴ്സും ഉണ്ട്. ഗോവിന്ദിയോട് കളിക്ക. ഇപ്പൊ ഗോവിൻജി ഇല്ല, പഴയ ആ ഹരി ഗോവിന്ദനെയുള്ളൂ. ഹലോ, സിറ്റി പോലീസ് കമ്മീഷണർ, മരിച്ചുപോയ DGP ചന്ദ്രശേഖരൻ നായരുടെ മകൻ. എന്താണോ? ആശാനെ നിങ്ങൾ തോറ്റു. ആയുധപ്പുരയും പിടിച്ചു, അവിടുന്ന് കുറെ പ്രധാനപ്പെട്ട രേഖകളും കിട്ടി. നിങ്ങൾ നടത്തിയിട്ടുള്ള ഇല്ലീഗൽ ആംസ് ട്രാൻസാക്ഷൻസിന്റെ ഒറിജിനൽ പേപ്പേഴ്സ്, അത് മതി ഇനിയുള്ള കളിക്ക്. ആ സാറ് നന്നായിട്ട് പൗഡറൊക്കെ ഇട്ട് ഇരുന്നോണം. ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് എന്റെ കൂടെ, ഞാൻ അങ്ങോട്ട് വരാം. ഓടാ പുല്ലേ. This telephone is temporarily out of service. ಈ ದೂರವಾಣಿ ಸಂಖ್ಯೆ ತಾತ್ಕಾಲಿಕವಾಗಿ ഗോവിൻജി,
എന്റെ ഗോവിന്ദ്ജിയെ ഇങ്ങനൊരവസ്ഥയിൽ കാണാൻ ഇടയാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരിക്കലും ഇങ്ങനെ തിരിച്ചു വരാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾ സമ്മതിച്ചില്ല. അമ്മ ചൊല്ലിത്തന്ന ഹരിനാമം ഉരുവിട്ട് പഠിച്ചപ്പോ നിങ്ങളോട് പോലും പൊറുക്കാനായി എനിക്ക്. ഞാൻ അനന്തകൃഷ്ണൻ തന്നെയായി, മാൻ ഓഫ് കമ്പാഷൻ. ഭയപ്പെടണ്ട, നിങ്ങളെ ഞാൻ കൊല്ലില്ല. നിങ്ങൾ ജീവിക്കണം, ഓരോ ശ്വാസവായുവും കിച്ചു തരുന്ന ഭിക്ഷയായി സ്വീകരിച്ചുകൊണ്ട്. ഇനി ഒരുപാട് കാലം ഇഹത്തിലും പരത്തിലും നിസ്വനായി, ദരിദ്രനായി. അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുന്നവൻ ജയിക്കുന്നു എന്നല്ലേ ഗോവിന്ദ്ജി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്? ശരിയാണ്, എനിക്ക് ജയിക്കണം. നിങ്ങൾക്ക് എന്നെ കൊല്ലണം. ഷൂട്ട്. Come on, shoot me. ഗോവിന്ദ്ജിയുടെ സാമ്രാജ്യത്തിന് ഇപ്പോഴും ഒരു പോറിലും ഏറ്റിട്ടില്ല. അതാത് ആളുകളെ മാത്രം അറിയേണ്ട സമയത്ത് അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിയിക്കുക. ഗോവിന്ദ്ജി പഠിപ്പിച്ച പാഠങ്ങളാണ്. ഗോവിന്ദ്ജി മരിച്ചു എന്നേ ഉള്ളൂ, തോറ്റിട്ടില്ല. താങ്ക്സ് കൃഷ്ണ. വീട്ടിലെല്ലാവർക്കും ഇപ്പൊ സത്യം അറിയാം. കിച്ചുവിന് വേണ്ടിയും നിനക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്.